وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇന്ന് വായിക്കാൻ ആരംഭിക്കുന്ന റിസാല അൽ-ഇമാം അൽ-അല്ലാമ അസ്-സാഹിദ് ഇബ്ൻ റജബ് അൽ-ഹംബലി റഹിമഹുള്ളയുടെ കലിമത്തുൽ ഇഖ്ലാസ് വ തഹ്ഖീഖ് മഅനാഹ, കലിമത്തുൽ ഇഖ്ലാസ്, അതുപോലെ കലിമത്തുൽ ഇഖ്ലാസ് എന്ന ഉദ്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ ആശയം എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുക എന്ന വിഷയത്തിൽ എഴുതിയിട്ടുള്ള ഒരു റിസാലയാണ്. ഇബ്ൻ റജബ് അൽ ഹംബലി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബുൽ ഫറജ് സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ ഇബ്ൻ അഹ്മദ് ഇബ്ൻ റജബ് അസ്സുലാമി അൽ ബഗ്ദാദി ثم ദിമഷ്ഖി അൽ ഹംബലി. അദ്ദേഹം വളരെ അറിയപ്പെട്ട ഹംബലി, ഫിഖഹിലെല്ലാം അറിവുള്ള ധാരാളം റിസാലകൾ, ധാരാളം ഹദീസുകളുടെ ഷർഹുകളും, സഹീഹ് ബുഖാരിക്ക് അദ്ദേഹം ഷർഹ് എഴുതിയിട്ടുണ്ട്, പക്ഷെ പൂർത്തീകരിച്ചിട്ടില്ല. അതിനു പുറമേയും ധാരാളം തിർമിദിക്ക് ഷർഹ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ധാരാളം റിസാലകളും കിതാബുകളും എഴുതിയിട്ടുള്ള പണ്ഡിതനാണ് ഇബ്ൻ റജബ് അൽ ഹംബലി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ റിസാലുകളുടെയും കിതാബുകളുടെയും പ്രത്യേകതയായിട്ട് ഉലമാക്കൾ പറയാറുള്ളത്, സലഫുകളിൽ നിന്നുള്ള, മുൻഗാമികളിൽ നിന്നുള്ള ധാരാളം അസറുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ എഴുതാറുള്ളത്. ഉദാഹരണത്തിന് അദ്ദേഹം അർബഈൻ നവവിക്ക് ഷർഹ് ചെയ്തിട്ടുണ്ട്, ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന് പറഞ്ഞിട്ട്. അത് വായിച്ചാൽ തന്നെ അതിലെ ഓരോ ഹദീസിനെയും വിശദീകരിച്ച രീതി നോക്കിയാൽ സലഫുകളിൽ നിന്നുള്ള അസറുകൾ കൊണ്ടാണ് അതിൻ്റെ വിശദീകരണ രീതി തന്നെ. അങ്ങനെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കിതാബുകൾ രചിച്ചിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 736 അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അതുപോലെ സൈനുദ്ദീൻ അൽ ഇറാഖി എന്നിവരെ പോലെയുള്ള ശ്രേഷ്ഠരായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇൽമു നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഇനി നമ്മൾ വായിക്കുന്ന ഈ റിസാലയിൽ ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്തുകൾ, അതിൽ പ്രധാനമായും ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തുൽ ഇഖ്ലാസ്, അതിൻ്റെ ഫദ്ലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകൾ മനസ്സിലാക്കേണ്ട രീതികളും. ഉദാഹരണം പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ലുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറഞ്ഞവർക്ക് സ്വർഗമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അതിലാർക്കും സംശയമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകളാണെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. എങ്ങനെയാണ് നരകത്തിൽ പ്രവേശിക്കാതിരിക്കുക? നരകത്തിൽ ശാശ്വതമാകില്ല എന്നാണോ, അതോ നരകത്തിൽ തീരെ പ്രവേശിക്കില്ല എന്നാണോ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും നരകത്തിൽ പ്രവേശിക്കുമോ? അങ്ങനെയുള്ള ചർച്ചകൾ കാണാം. ഈ റിസാലയിൽ ഇബ്ൻ റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അതിൽ പ്രധാനപ്പെട്ട 4 അഭിപ്രായങ്ങളെ എടുത്ത് ചർച്ച ചെയ്യുകയും അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിക്കുന്നിടത്ത്, പൂർത്തീകരിക്കുന്നിടത്ത് ഒരാൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പ്രധാനപ്പെട്ട അള്ളാഹുവിനോടുള്ള ഹുബ്ബ്,
അത് എങ്ങനെയായിരിക്കണം, എത്രത്തോളമായിരിക്കണം, അതെങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നത്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള സിദ്ഖ്, അതിന്റെ പൂർത്തീകരണം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇതിന്റെ എല്ലാം പൂർത്തീകരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന മഹത്തായ സ്ഥാനവും പ്രതിഫലവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ റിസാലയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ കേട്ടിരിക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരും അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരുമായ ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ റിസാലയിൽ ചർച്ച ചെയ്യുന്നത്. ഈ റിസാലയിൽ അതിന്റെ ഭാഗങ്ങൾ വായിക്കുകയും ആവശ്യമായ സന്ദർഭങ്ങളിൽ അതിനെ വിശദീകരിച്ച് സംസാരിക്കുകയും ചെയ്യാം. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് കിതാബിന്റെ ആരംഭിക്കുന്നത് തന്നെ ബസ്മല കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരംഭിച്ചുകൊണ്ട് ഫിസ് സഹീഹൈൻ അഥവാ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല كان النبي صلى الله عليه وسلم راكبا ومعاذ رديفه على الرحل. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു മൃഗത്തിന് മുകളിൽ യാത്ര ചെയ്യുമ്പോൾ അതിന് പിന്നിലായി മുആദുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ. അനസ് റളിയല്ലാഹു അൻഹു ഇത് ഉദ്ധരിക്കുന്നത് മുആദ് റളിയല്ലാഹു അൻഹു എന്നാണ്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, മുആദ് എന്ന് വിളിച്ചു. ഖാല ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, റസൂലേ, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ഉത്തരം ചെയ്യാനുണ്ട്. ഖാല യാ മുആദ്, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, മുആദേ. ഖാല ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. നബി സല്ലല്ലാഹു, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു. വീണ്ടും വിളിച്ചു, ഖാല യാ മുആദ്. ഖാല ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. ഞാനിവിടെ ഉണ്ട് റസൂലേ, എന്താ പറഞ്ഞോളൂ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمدا عبده ورسوله إلا حرمه الله على النار. ഒരടിമയുമില്ല അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദ് റസൂലുള്ളാഹിലും ഷഹാദത്ത് ചെയ്യാതെ അവന്റെ മേലെ നരകം ഹറാമാകാതെയും, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഷഹാദത്ത് ചെയ്തിട്ടുള്ള ഏതൊരാളുടെ മേലെയും നരകം ഹറാമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ ഉഖ്ബിറു ബിഹന്നാസ ഫയസ്തബ്ശിറു. ഞാനിത് ജനങ്ങൾക്ക് അറിയിക്കട്ടെ, എല്ലാവരെയും അറിയിക്കട്ടെ, അവർക്കൊരു സന്തോഷ വാർത്തയാകുമല്ലോ ഇത്, ഞാൻ അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇദൻ യത്തകിലു. വേണ്ട, അതിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ഇതിന്മേൽ ആശ്രയിച്ചു നിൽക്കും, കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് വീഴ്ച വരുത്തും എന്നതിലേക്ക് പറഞ്ഞു. فأخبر بها معاذ عند موته تأثما. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മുആദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞിട്ടില്ല. മരണം അടുത്ത സന്ദർഭത്തിൽ ഒരു ഇൽമ് മറച്ചു വെച്ചാൽ അത് കുറ്റമാകുമല്ലോ എന്ന് കരുതി മുആദ് റളിയല്ലാഹു അൻഹു ഇത് ആളുകളോട് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഹദീസ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും മുഹമ്മദ് റസൂലുള്ളാഹിയുടെയും ഷഹാദത്തിൽ സാക്ഷ്യം വഹിക്കുന്നവർക്കുള്ള വലിയ സന്തോഷ വാർത്തയാണ്. ആ സാക്ഷ്യം വഹിക്കുന്നവർക്ക് നരകം ഹറാമാണ് എന്നുള്ളത്. ഇതുപോലെ 2-3 ഹദീസുകളുടെ ഈ വിഷയത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫളിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചർച്ചകളിലേക്ക് പോകാം. വഫി സഹീഹൈൻ, അതുപോലെ തന്നെ ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസിൽ عن عتبان بن مالك عن النبي صلى الله عليه وسلم قال. عتبان بن مالك رضي الله عنه ذلك عن النبي صلى الله عليه وسلم പറഞ്ഞു, إن الله قد حرم على النار من قال لا إله إلا الله يبتغي بها وجه الله. അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിന്മേൽ ഹറാമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കുകയില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നവരെ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ലിനെ അറിയിക്കുന്ന മഹത്തായിട്ടുള്ള ഹദീസാണ്. വഫി സഹീഹ് മുസ്ലിം, സഹീഹ് മുസ്ലിമിലെ ഹദീസ് കാണാം, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഔ അബീ സഈദ് ബിശക് അന്നഹും കാനൂ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അബൂ സഈദ് റളിയല്ലാഹു അൻഹു, ഈ രണ്ടുപേരിൽ ഒരാൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമായിരുന്നു ഫീ ഗസാത്തി തബൂക്ക്,
തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോഴോ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു യുദ്ധമായിരുന്നു. ഫഅസ്വാബത്ഹും മജാഅത്തുൻ, അങ്ങനെ ആ യാത്രയിൽ സഹാബികൾക്ക് വളരെയധികം ഭക്ഷണത്തിനും മറ്റും വസ്തുക്കളില്ലാതെ വിശപ്പ് അനുഭവിക്കുന്ന അവസ്ഥയായി. ഒന്നുമില്ല, കയ്യിലുള്ളതൊക്കെ തീർന്നുപോയി. فدعا النبي صلى الله عليه وسلم بنطع فبسطه, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തൊലി കൊണ്ടുണ്ടാക്കുന്ന, മൃഗത്തോൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു വിരിപ്പ് കൊണ്ടുവരാൻ പറയുകയും അത് വിരിക്കുകയും ചെയ്തു. ثم دعا بفضل أزوادهم, അങ്ങനെ ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത് എന്താണുള്ളത്, ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്നതിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറഞ്ഞു. فجعل الرجل يجيء بكف ذرة وجعل الآخر يجيء بكف تمر وجعل الآخر يجيء بكسرة. അങ്ങനെ ഓരോ ആളുകൾ, ചില ആളുകൾ അവരുടെ കയ്യിലുള്ള കുറച്ച് എന്തെങ്കിലും ധാന്യങ്ങളോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ അല്ലെങ്കിൽ മറ്റു പൊടികളോ അങ്ങനെയുള്ള എന്തോ ഒരു കൈ പിടിക്കുന്ന വളരെ കുറച്ച് ബാക്കി ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് വന്ന് അതിലിട്ടു. حتى اجتمع على النطع من ذلك شيء يسير, അങ്ങനെ അതെല്ലാം കൂടി ഈ വിരിച്ച തൊലിയോടുള്ള വിരിപ്പിൽ കൊണ്ടുവന്നിട്ട് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. فدعا رسول الله صلى الله عليه وسلم عليه بالبركه, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുറച്ചുള്ള ആ കാര്യങ്ങളിൽ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുവിനോട് ദുആ ചെയ്തു. ثم قال خذوا في اوعيتكم, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാത്രങ്ങൾ, നിങ്ങളിലുള്ള ഭക്ഷണം സ്വരൂപിക്കാനുള്ള എന്താണോ ഉള്ളത് അതിലേക്ക് നിങ്ങൾ ഇതിൽ നിന്ന് ഭക്ഷണങ്ങൾ എടുത്തോളാൻ പറഞ്ഞ ആളുകളോട്. فأخذوا في أوعيتهم حتى ما تركوا في العسكر وعاء إلا ملؤوه, അങ്ങനെ ആ സൈന്യത്തിൽ, ആ സംഘത്തിലുള്ള എല്ലാവരും അവരുടെ കയ്യിലുള്ള ആ പാത്രങ്ങളും മറ്റുമെല്ലാം നിറക്കുന്ന അത്ര എല്ലാവരും എടുത്തു. فأكلوا حتى شبعوا, അങ്ങനെ അവർക്ക് വയറ് നിറയുവോളം, വിശപ്പ് മാറുവോളം അവരതിൽ നിന്ന് ഭക്ഷിച്ചു. وفضلت فضلة فقال رسول الله صلى الله عليه وسلم, എന്നിട്ടും ബാക്കി ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി. അതിനിത് കണ്ടപ്പോ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് ആ പാത്രം ആ വിരിപ്പിലുള്ള ഭക്ഷണ ആ കാര്യങ്ങൾ വളരുകയും ധാരാളം ഉണ്ടാവുകയും ചെയ്ത ആളുകളെല്ലാം അത് എടുത്തിട്ടും ബാക്കിയാകുന്ന അവസ്ഥ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹദു, ഞാനിതാ ഷഹാദത്ത് ചെയ്യുന്നു. വേറെ ചില റിവായത്തിൽ മൻ ഷഹിദ, ആരെങ്കിലും ഷഹാദത്ത് ചെയ്താൽ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്നിട്ട് പറയാണ്, ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ, ഒരടിമയും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നില്ല ഈ രണ്ട് ഷഹാദത്തുകൾ കൊണ്ട്. ഗൈറ ശാക്കിൻ ഫീഹിമാ, അതിൽ അവർക്ക് ഒരു സംശയമില്ല, ഒരു സംശയമില്ലാതെ യഖീനോട് കൂടി. ഫീഹിമാ ഫയുഹ്ജബ അനിന്നാർ, അങ്ങനെയാണ് അവർ കണ്ടുമുട്ടുന്നതെങ്കിൽ നരകത്തിന് മുന്നിൽ അവർക്ക് ഈ ഷഹാദത്തുകൾ മറയിടപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. ഇതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദത്തിന്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന ആളുകൾ അവർക്കുള്ള ഫضലായിക്കൊണ്ട് വന്നിട്ടുള്ള ഹദീസുകളാണ്. മറ്റൊരു ഹദീസ് വഫി സഹീഹൈൻ, അതുപോലെ തന്നെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസിൽ അൻ അബീ ദർദിൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ റളിയല്ലാഹു അൻഹു കൊണ്ട് രാത്രി ഒരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയും, നീ ഇവിടെ നിൽക്കണം, എന്തുണ്ടായാലും ഇവിടുന്ന് മാറരുത്, നീ ഇവിടെ നിൽക്കണം എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് കുറച്ച് നേരം വൈകും. അങ്ങനെ അബൂ ദർ റളിയല്ലാഹു അൻഹു പേടിക്കും, എന്താണ് തിരിച്ചു വരാത്തത് എന്നുള്ളത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി എത്തിയതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ثم مات على ذلك ഇല്ലാ ദഖലൽ ജന്ന, ഒരടിമയുമില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും പിന്നെ അതിലായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാതെ അവൻ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, വ ഇൻ സനാ വ ഇൻ സറഖ, അവൻ വ്യഭിചരിച്ചാലും കളവ് നടത്തിയാലും അങ്ങനെ തന്നെയാണോ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇൻ സനാ വ ഇൻ സറഖ, അവൻ വ്യഭിചരിച്ചാലും കട്ടെടുത്താലും കളവ് നടത്തിയാലും.
വീണ്ടും 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ചോദിച്ചു, ഖാല സലാസൻ, വിചാരിച്ചാലും കട്ടെടുത്താലും അങ്ങനെ തന്നെയാണോ? 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. ثم قال في الرابعة, 4ാമത്തെ തവണ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ റഗ്മി അൻഫി അബീ ദർ, അതായത് ആ ചോദ്യം ഇനി ആവർത്തിക്കണ്ട എന്ന നിലക്ക് അത്ര ഗൗരവത്തിൽ ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. فخرج أبو ذر وهو يقول وإن رغم عنف أبي ذر, അത്രയും ഉറപ്പാണ് ആ കാര്യം എന്നുള്ള നിലക്ക് പറഞ്ഞുകൊണ്ട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മടങ്ങി പോവുകയുണ്ടായി. അപ്പോൾ ഈ ഹദീസൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇനിയുള്ള ഈ റിസാലയിൽ വ്യഭിചരിച്ചാലും കെട്ടെടുത്താലും അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമോ, അതല്ലാതെ തടയപ്പെടുമോ, അതിന് കാരണങ്ങളുണ്ടോ, അതെല്ലാമാണ് ഇനിയുള്ള ചർച്ചകൾ വരുന്നത്. ആദ്യം ഈ ഹദീസുകൾ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. പക്ഷേ ഈ ഹദീസുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനൊരു ഫദ്ലുണ്ട്. അത് ഏതൊരു പാപത്തെയും പുറത്തു കിട്ടാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. وفي صحيح مسلم الرواية عن عبادة بن صامت رضي الله عنه قال عند موته, عبادة بن صامت رضي الله عنه അദ്ദേഹത്തിന്റെ മരണസമയത്ത് പറയുകയുണ്ടായി, سمعت رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, من شهد أن لا إله إلا الله وأن محمدا رسول الله حرم الله عليه النار, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയും ഷഹാദത്ത് ചെയ്താൽ അവന്റെ മേലെ നരകം ഹറാമാണ്. വഫി സഹീഹൈൻ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസാണ് ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു തന്നെ. عن النبي صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, من شهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദ് റസൂലുള്ളാഹിലും ഷഹാദത്ത് ചെയ്യുകയാണ്, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് ഷഹാദത്ത് ചെയ്യുകയാണ്, വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത കലിമത്താണ് ഈസാ നബി അലൈഹിസ്സലാം, വറൂഹം മിൻഹ്, അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ റൂഹുകളിൽ റൂഹാണ്, വഅന്നൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗ്ഗം ഹഖാണ്, വന്നാർ ഹഖ്ഖുൻ, നരകം ഹഖാണ്. ഈ കാര്യങ്ങൾ ആരെങ്കിലും ഷഹാദത്ത് ചെയ്യുകയാണെങ്കിൽ അദ്ഖലഹുല്ലാഹു അൽ ജന്ന അലാ മാ കാന മിനൽ അമൽ, അവന്റെ കർമ്മങ്ങളുടെ ആ കാര്യങ്ങൾക്ക് മുകളിലായിക്കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലായിക്കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ ഹദീസുകൾ കൊടുത്തിട്ട് ഇബ്നു ജബൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഫി ഹാദൽ മഅന അഹാദീസു കസീറത്തുൻ ജിദ്ദൻ യതൂലു ദിക്റുഹാ, ഈ ആശയത്തിൽ ധാരാളം ഹദീസുകൾ ഇനിയും വന്നിട്ടുണ്ട്, അതെല്ലാം പരാമർശിക്കുകയാണെങ്കിൽ ഇത് ദൈർഘിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ പറഞ്ഞ് ഇബ്നു ജബൽ ഹംബലി ആ ഹദീസുകളെ നിർത്തുകയാണ്. അപ്പൊ ഈ ഹദീസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ഷഹാദത്തിൽ അതിൽ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലായിക്കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗപ്രവേശനമുണ്ട് എന്നും അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചില കക്ഷികൾ പിഴച്ചു പോവുകയും ചെയ്ത് കാണാം. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പാപം സംഭവിച്ച ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരു വ്യക്തി അവനൊരു വൻപാപം ചെയ്തു, അവൻ എന്താണ് അവന്റെ അവസ്ഥ? ഇപ്പോ ഖവാരിജുകളെ പോലെ അല്ലെങ്കിൽ മുഅ്തസിലിയാക്കളെ പോലെ പിഴച്ച കുറെ വിഭാഗങ്ങൾ പറഞ്ഞു ആ വൻപാപം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ കാഫിറാണ്, പരലോകത്ത് കാലാകാലം നരകത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിലും. എന്നാൽ മുർജിയാക്കളെ പോലെയുള്ള ആളുകൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവൻ എത്ര വൻപാപം ചെയ്താലും അതൊന്നും കുഴപ്പമില്ല, അവന്റെ ഈമാൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ എത്ര പൂർണ്ണമാണോ അതുപോലെ തന്നെ ആയിരിക്കും എന്ത് പാപം ചെയ്താലും. ഈ രണ്ടും പിഴച്ച കക്ഷികളാണ്, ഈ രണ്ട് വാദങ്ങളും പിഴച്ചതാണ്. അപ്പൊ എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅ ഈ ഹദീസുകളെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ആശയം? കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഷഹാദത്ത് ചെയ്ത ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് എന്ത് തിന്മയും ചെയ്താൽ കുഴപ്പമില്ല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണല്ലോ, ഞാൻ തൗഹീദ് ഉള്ളവനാണല്ലോ, എന്തായാലും ഞാൻ സ്വർഗത്തിലായിരിക്കും എന്ന് വിചാരിച്ച് നിർഭയനായി ജീവിക്കുകയാണോ വേണ്ടത്?
അതല്ല എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ പറ്റിപ്പോയാൽ ഞാൻ കാഫിറായി പോയിരിക്കുന്നു എന്നുള്ള ഭയത്തിൽ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഷഹാദത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളായിട്ടാണോ ഒരാൾ മാറേണ്ടത്? അപ്പൊ ഈ ഹദീസുകളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ റിസാലയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തുള്ള ചർച്ച. അത് കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള ഭാഗങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇത് പറഞ്ഞിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഅഹാദീസു ഹാദൽ ബാബി നൗആൻ. ഈ ഒരു ബാബിൽ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്ക് പരലോകത്ത് രക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബാബിൽ ഹദീസുകൾ വന്നിട്ടുള്ളത് രണ്ട് രീതിയിലാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. അഹദുഹുമ, അതിൽ ഒന്നാമത്തെ രീതി, മാ ഫീഹി അന്ന മൻ അതാ ബിശഹാദതൈനി ദഖലൽ ജന്ന. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഷഹാദത്തൈനി, രണ്ട് ഷഹാദത്തുകൾ കൊണ്ട് ആരാണോ വരുന്നത്, അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊണ്ട് ആരാണോ വരുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള ആശയത്തിൽ വന്നിട്ടുണ്ട്. ഔലം യുഹ്ജബ് അൻഹ, അല്ലെങ്കിൽ അവന് സ്വർഗം തടയപ്പെടുകയില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണാൻ പറ്റാതിരിക്കുകയില്ല, അള്ളാഹുവിനെ കാണും, സ്വർഗപ്രവേശനം ലഭിക്കുമെന്നുള്ള ആശയത്തിൽ. വഹാദ ളാഹിറുൻ, ഇത് ബാഹ്യമായി ആ ഹദീസിൽ മനസ്സിലാകുന്ന ആശയമാണ്. فإن النار لا يخلد فيها أحد من أهل التوحيد الخالص. നിഷ്കളങ്കമായിക്കൊണ്ട് തൗഹീദുള്ള ഒരാളെയും നരകം ശാശ്വതമാവുകയില്ല, നരകത്തിൽ അവൻ ശാശ്വതമാവുകയില്ല. وقد يدخل الجنة ولا يحجب عنها إذا طهر من ذنوبه بالنار. അവന്റെ പാപങ്ങൾ നരകത്തിയിൽ കിടന്നുകൊണ്ട് പൊറുക്കപ്പെട്ടതിന് ശേഷമാണെങ്കിലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് ഈ ഹദീസുകളിൽ മനസ്സിലാക്കാം. വഹദീസു അബീ ദർരിൻ മഅനാഹു, അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ ആശയം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ വ്യഭിചരിച്ചാലും അതുപോലെ തന്നെ കട്ടുതടുത്താലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള ഹദീസിന്റെ ആശയം, അന്ന സിന വസ്സരിഖത ലാ യംനആനി ദുഖൂലൽ ജന്ന മഅ തൗഹീദ്. വ്യഭിചാരവും അതുപോലെ കളവ് നടത്തലും പോലെയുള്ള ഈ പാപങ്ങൾ തൗഹീദുള്ളവനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാകുന്ന ഒരു കാര്യമാവുകയില്ല. വഹാദ ഹഖ്ഖുൻ ലാ മിരിയത ഫീഹി, അത് സത്യമാണ്, അതിലൊരു സംശയമില്ല, അതിലൊരു സംശയത്തിന്റെ ആവശ്യമില്ല. തൗഹീദുള്ള ഒരു വ്യക്തി പാപങ്ങൾ ഉണ്ടെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കും. ലൈസ ഫീഹി അന്നഹു ലാ യുഅദ്ദബു യൗമൻ അലൈഹിമാ മഅ തൗഹീദ്. പക്ഷേ അതിന്റെ അർത്ഥം തൗഹീദ് ഉള്ളത് കൊണ്ട് അവർക്ക് ഒരു ദിവസവും ഒരു ശിക്ഷയും ലഭിക്കില്ല എന്നല്ല. അവർ തൗഹീദ് ഉള്ളത് കൊണ്ട് അവർക്ക് സ്വർഗപ്രവേശനം തടയപ്പെടില്ല. പക്ഷെ അതിന്റെ അർത്ഥം അവർക്ക് ശിക്ഷ ഒരിക്കലും ലഭിക്കപ്പെടുകയില്ല, നൽകപ്പെടുകയില്ല എന്നുള്ളതല്ല, അവർക്ക് ശിക്ഷ ലഭിക്കും. വഫി മുസ്നദിൽ ബസ്സാർ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, ബസ്സാറിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു നഫഅത്ഹു യൗമൻ മിൻ ദഹ്രിഹി. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് അവൻ അത് ഉപകരിക്കും, ഏതെങ്കിലും ഒരു കാലത്ത് അവൻ ഉപകരിക്കും. യുസീബുഹു ഖബ്ല ദാലിക മാ അസാബഹു, അവന് അത് ഉപകരിക്കുന്നതിന് മുമ്പ് അവന് ബാധിക്കേണ്ട ശിക്ഷയെല്ലാം ബാധിച്ചാലും ഏതെങ്കിലും ഒരു ദിവസം അവൻ ഉപകരിക്കും. അപ്പൊ ഈ ആശയത്തിൽ ഹദീസുകൾ എവിടെ വന്നിട്ടുണ്ട്? ഈ സ്വർഗവുമായി ബന്ധപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗപ്രവേശനം ലഭിക്കും എന്നുള്ള ആശയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നിടത്താണ് ഖവാരിജികളും മുഅ്തസിലിയാക്കളും പോലെയുള്ള ആളുകൾ വൻപാപം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവർ ശാശ്വതമായി നരകത്തിലായിരിക്കും എന്നുള്ള വാദം പിഴച്ചതാണെന്ന് മനസ്സിലാക്കേണ്ടത്. അവർക്ക് സ്വർഗം ലഭിക്കും, പക്ഷെ അതിന്റെ അർത്ഥം ശിക്ഷ ലഭിക്കില്ല എന്നുള്ള ആശയമല്ല. രണ്ടാമത്തെ രീതിയിൽ വന്നിട്ടുള്ളത് എന്താണ്? വസാനി പറഞ്ഞ റൂട്ട് മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗമുണ്ട്, നരകമില്ല എന്നുള്ള നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള ഹദീസുകൾ രണ്ട് രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗമുണ്ട് എന്നുള്ള ഹദീസ്. ആ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ് ഉള്ളവന് എന്നെങ്കിലും ഒരിക്കൽ സ്വർഗമുണ്ടാകും, പാപങ്ങൾക്ക് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും. വസാനി രണ്ടാമത്തെ രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വന്നിട്ടുള്ളത് മാ ഫീഹി അന്നഹു യഹ്റുമു അലന്നാർ. ഏത് രീതിയിലാണ്? അവന് നരകം ഹറാമായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് നരകം പ്രവേശിക്കില്ല, നരകത്തിൽ പ്രവേശിക്കില്ല, നരകം അവന്റെ മേലെ ഹറാമായിരിക്കും എന്നുള്ള ആശയത്തിൽ വന്നിട്ടുണ്ട്. വഹാദാ ഖദ് ഹമലഹു ബഅ്ദുഹും അലൽ ഖുലൂദി ഫീഹാ. ഈ ഒരു ആശയത്തെ
ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നരകം അവന്റെ മേലെ ഹറാമാണെന്ന് പറഞ്ഞത് ഉദ്ദേശം അവൻ നരകത്തിൽ ശാശ്വതമാവില്ല എന്നുള്ളതാണ്. ഔ അലാ നാരിൻ യുഖല്ലദു ഫീഹാ അഹ്ലുഹാ, അല്ലെങ്കിൽ നരകത്തിൽ ശാശ്വതമായിട്ട് മാറുന്ന ആളുകൾ, അങ്ങനെ ഒരു നരകമുണ്ട് എന്നാണ്. നരകത്തിൽ ശാശ്വതമായി കിടക്കുന്ന ഒരു നരകമുണ്ട്, ആ നരകത്തിൽ പ്രവേശിക്കില്ല. വഹിയ മാ അദാ അദ്ദർക്കില്ല അല, എന്നാൽ മുവഹ്ഹിദുകൾ പാപം സംഭവിച്ച് നരകത്തിൽ കിടക്കുകയാണെങ്കിൽ അവർ നരകത്തിന്റെ ദർക്കില്ല അല, ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. അഥവാ താഴത്തെ അവസ്ഥയിൽ, ശാശ്വതമായിട്ടുള്ള അവസ്ഥയിലായിരിക്കില്ല, മുകളിലുള്ള ഒരു അവസ്ഥയിലായിരിക്കും. فإن الدرك الأعلى يدخله خلق كثير من عصاة الموحدين بذنوبهم. നരകത്തിലെ ഈ ഉന്നതമായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുവഹ്ഹിദീങ്ങളായിട്ടുള്ള ധാരാളം ആളുകൾ പ്രവേശിക്കുന്ന സ്ഥലമാണ്. ثم يخرجون بشفاعة الشافعين, പിന്നീട് അവർ പുറത്തു വരും. അത് ശുപാർശ ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ശുപാർശകൾ കൊണ്ട് അവർ പുറത്തു വന്നേക്കാം. വബിറഹ്മതി അർഹമർ റാഹിമീൻ, അല്ലെങ്കിൽ റഹ്മാനായ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് പുറത്തു വന്നേക്കാം. വഫി സഹീഹൈൻ, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഒരു ഹദീസിൽ കാണാം, അന്ന അല്ലാഹു തആല യഖൂൽ, അല്ലാഹു തആല പറഞ്ഞു, വഇസ്സതി വജലാലി, എന്റെ പ്രതാപവും മഹത്വവും തന്നെയാണ്, ലൗ ഖരിജന്ന മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ നരകത്തിൽ നിന്ന് ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുള്ളത്. ഒന്ന്, സ്വർഗം ലഭിക്കുമെന്നുള്ളത്, അതിലാർക്കും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. തൗഹീദ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ സ്വർഗം ലഭിക്കും എന്നുള്ളതിൽ. എന്നാൽ നരകം ഹറാമാകും എന്നുള്ള വിഷയത്തിലാണ് ഉലമാക്കൾക്കിടയിൽ അതെങ്ങനെയാണ് എന്ന ചർച്ച വന്നിട്ടുള്ളത്. അതിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞ ആശയമാണ് ആദ്യത്തിൽ ഇവിടെ പറഞ്ഞത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരകത്തിൽ ഖുലൂദ് ഉണ്ടാവുകയില്ല, ശാശ്വതമായി അവിടെ നരകത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് മറ്റൊരു രീതിയിൽ കൂടി പറഞ്ഞു, നരകത്തെ രണ്ട് അവസ്ഥയിലാക്കി തിരിച്ചു. ഒന്നാമത്തേത് ഖുലൂദുള്ള നരകം, കുഫാറുകൾക്കും മുശ്രിക്കുകൾക്കുമായി ശാശ്വതമായിട്ടുള്ള നരകത്തിന്റെ ഭാഗം. രണ്ടാമത്തേത് നരകത്തിൽപ്പെട്ട തന്നെ ഭാഗമാണ്. അതിൽ എന്തല്ല, മുവഹിദീങ്ങൾ പ്രവേശിക്കുന്നു, അവർ പുറത്തേക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കഴിഞ്ഞാൽ അവിടെ ഖുലൂദ് ഉണ്ടാവില്ല, ആ നരകത്തിന്റെ ഭാഗത്ത് അവർ പുറത്തേക്ക് വരുമെന്നുള്ളത്. ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അധിക പണ്ഡിതന്മാരും അത് ശരിയായ ഒരു അഭിപ്രായമല്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം നരകം അങ്ങനെ രണ്ടായി വിഭജിച്ചതായിട്ട് പ്രത്യേകിച്ച് തെളിവുകളൊന്നും വന്നിട്ടില്ല. നരകം എല്ലാതും ഒരുപോലെ തന്നെയാണ് എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലായിക്കൊണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ നരകം ഹറാമാകും എന്നുള്ളത് ചില ആളുകൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല അങ്ങനെ ധരിച്ചവരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, പിന്നെ നരകം ഉണ്ടാവില്ല, മുർജിയാക്കളെ പോലെ. അവർ ഈ ഹദീസുകളെ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ മനസ്സിലാക്കേണ്ട രീതിയിലല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ധാരാളം ഹദീസുകൾ വേറെയും സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള രീതിയിൽ അമലുകളെ പറ്റി വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, ഫജ്റും അസ്റും നിസ്കരിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ അത് മാത്രം നിസ്കരിച്ച് അവൻ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് മനസ്സിലാക്കിയാലോ അത് തെറ്റാണ്. അതുപോലെ തന്നെ വേറെയും ഹദീസുകൾ, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മ മിഅത്തുൻ ഇല്ലാ വാഹിദ് മൻ അഹ്സാഹ ദഖലൽ ജന്ന, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അത് ഇഹ്സാഹ് ചെയ്യുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും സ്വർഗം കിട്ടും. അങ്ങനെയല്ല അതിന്റെ ആശയം. അത് മനസ്സിലാക്കുന്നിടത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾക്ക് നരകപ്രവേശനമില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം, അവർക്ക് ഖുലൂദ് ഉണ്ടാവുകയില്ല, ശാശ്വതമായ ഒരു നരകത്തിലാവുകയില്ല, അവരുടെ പാപങ്ങൾക്ക് ശിക്ഷയായിക്കൊണ്ട് നരകശിക്ഷ ലഭിച്ച് ഒരു ദിവസം അവർ പുറത്തു വരുമെന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, വഖാല ത്വായിഫത്തു മിനൽ ഉലമാ, ഇബ്നു റജബ് റിസാലയിൽ ഈ വിഷയത്തിൽ വന്ന 4 അഭിപ്രായങ്ങളാണ് കൊടുക്കുന്നത്. വഖാല ത്വായിഫത്തു മിനൽ ഉലമാ, മറ്റു ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു. ഇതാണ് ഏറ്റവും സഹീഹായിക്കൊണ്ട് ശരിയായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന അഭിപ്രായം. ഈ ഹദീസിനെ, നരകം ഹറാമാകും എന്നുള്ള ഈ ഹദീസിനെ,
അൽ മുറാദു മിൻ ഹാദിൽ അഹാദീസ്, ഇതുപോലെ വന്നിട്ടുള്ള അഹാദീസുകൾ കൊണ്ടുള്ള ഉദ്ദേശം അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് സബബുൻ ലിദുഖൂലിൽ ജന്ന വന്നജാതി മിനൻ നാർ വമുഖ്തളിൻ ലിദാലിക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സ്വർഗപ്രവേശനത്തിനും അതുപോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും കാരണമാകുന്ന കാര്യമാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം അതാണ്. വലാകിന്നൽ മുഖ്തദി ലാ യഅമലു അമലഹു ഇല്ലാ ബിസ്തിജ്മാഇ ശുറൂതിഹി വൻതിഫാഇ മവാനിഇഹി. പക്ഷേ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു കാര്യം നടക്കണമെങ്കിൽ, ഇപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗം കിട്ടും, നരകം ഹറാമാക്കും, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൻ സല്ലൽ ബർദൈൻ ദഖലൽ ജന്ന, ളുഹ്റും അസ്റും നിസ്കരിച്ചവന് സ്വർഗം കിട്ടും. അപ്പൊ ആ രണ്ട് നിസ്കരിച്ചവന് സ്വർഗം കിട്ടും എന്നുള്ളത് ആ ഹദീസിന്റെ മുക്തളയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമാണ്. ദീനിൽ ഈ തരത്തിൽ ഏത് ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും, ഇതുപോലെ ധാരാളം ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ഹദീസുകളൊക്കെ അതിന്റെ ലക്ഷ്യം ശരിയാവണമെങ്കിൽ, അത് ലഭിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നാമത്തേത് ഇസ്തിജ്മാഇ ശുറൂതിഹി, അതിന്റെ നിബന്ധനകൾ പൂർത്തിയായിരിക്കണം, അതിനുള്ള നിബന്ധനകൾ പൂർത്തിയായിരിക്കണം. രണ്ടാമത്തേത് വൻതിഫാഇ മവാനിഇഹി, അതിനെ തടയുന്ന, അതുകൊണ്ട് എന്ത് ലക്ഷ്യമാണോ വെച്ചത് അത് തടയുന്ന കാര്യം ഉണ്ടാകാനും പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് വെച്ചിട്ട് തന്നെ പറയാം. മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന എന്ന ഹദീസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ഫജ്റും അസ്റും നിസ്കരിക്കുന്ന ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിലുള്ള, അല്ലെങ്കിൽ ആ കാര്യം, ആ ലക്ഷ്യം നടക്കണമെങ്കിൽ എന്ത് വേണം? അവൻ ഫജ്റും അസ്റും നിസ്കരിക്കണം, അത് നടന്നിരിക്കണം. എന്നാൽ എന്തുകൂടി അതിന്റെ ഒപ്പം വേണം? ഇന്തിഫാഇൽ മവാനി, ഇതിനെ തടയുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതായത് അവൻ ഫജ്റും അസ്റും മാത്രമേ നിസ്കരിക്കുന്നുള്ളൂ, വേറൊന്നും നിസ്കരിക്കുന്നില്ല. അല്ലെങ്കിൽ അവൻ തൗഹീദ് ഇല്ലാത്തവനാണ്, അവൻ ശിർക്ക് ചെയ്യുന്നവനാണ്. ഫജ്റും അസ്റും നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ശിർക്ക് ചെയ്യുന്നവനാണ്. ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം കിട്ടുമോ? ഇല്ല. അവിടെ തടസ്സമായിട്ടൊരു കാരണം അവിടെ ഉണ്ട്. അപ്പൊ ഷർത്തുകൾ പാലിക്കുകയും തടസ്സമായി മറ്റൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഫജ്റും അസ്റും നിസ്കരിക്കുന്നവന് സ്വർഗം കിട്ടുള്ളൂ. അപ്പൊ ഫജ്റും അസ്റും നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുമെന്നുള്ള ഹദീസിനെ മനസ്സിലാക്കുമ്പോ അവൻ ഫജ്റും അസ്റും മാത്രമല്ല ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുകയും ഇതിന് തടസ്സമാകുന്ന ശിർക്കില്ലാതെ തൗഹീദ് ഉള്ളവനാവുകയും വേണം. എന്നാൽ മാത്രമേ ഫജ്റും അസ്റും നിസ്കരിച്ചവന് സ്വർഗം ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഉദാഹരണം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സൂറത്ത് നിസായിലെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, ആരെങ്കിലും ഒരു മുഅ്മിനിനെ വേണമെന്ന് വെച്ച് കൊല്ലുകയാണെങ്കിൽ, അവൻ അറിഞ്ഞുകൊണ്ട് വേണമെന്ന അവന്റെ ഉദ്ദേശത്തിൽ കൊല്ലുകയാണെങ്കിൽ, ഫജസാഉഹു ജഹന്നം, അവനുള്ള പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹ, അവനത് അവിടെ ശാശ്വതമായിരിക്കും. വഗളിബല്ലാഹു അലൈഹി വലഅനഹു, അല്ലാഹുവിന്റെ കോപം അവന്റെ മേലെയുണ്ട്, അല്ലാഹുവിന്റെ ശാപം അവന്റെ മേലെയുണ്ട്. വഅദ്ദ ലഹു അദാബൻ അദീമ, അവൻ അല്ലാഹു തആല വേദനയേറിയ ശിക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുക? ഈ ആയത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാകുക? ഒരു മുഅ്മിനെ കൊന്നു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതമായിരിക്കും, അല്ലേ? സംശയമല്ല. എന്നാൽ ഈ ശാശ്വതമാവുക എന്നുള്ളത് പൂർത്തിയാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, അതിന്റെ നിബന്ധനകൾ, ഇസ്തിജ്മാഉ ശുറൂതിഹി, നിബന്ധനകൾ ഒരുമിച്ചിരിക്കണം. അതായത് അവൻ വേണമെന്ന് വെച്ച് കൊന്നവനായിരിക്കണം. അറിയാതെ എന്തെങ്കിലും അപകടത്തിലോ കയ്യബത്തിലോ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിലല്ലാതെ കൊന്നാൽ അവന് നരകമില്ല, ശാശ്വതാവില്ല. അതേപോലെ തന്നെ ഇന്തിഫാഇ മവാനിഇഹി, ഇതിന് തടസ്സമാകുന്ന കാര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഒരാൾ ഒരു മുഅ്മിനെ കൊല്ലുകയാണ്, പക്ഷെ ആ കൊന്നവൻ തൗഹീദ് ഉള്ളവനാണ് എങ്കിൽ അവന് ഈ ഹുലൂദ്, ഈ ആയത്തിൽ പറഞ്ഞ ഹുലൂദ് അവനുണ്ടാവില്ല. കാരണം ഹുലൂദിനെ, നരകത്തിൽ ശാശ്വതമാകുന്ന അവസ്ഥയെ തടയുന്ന കാരണമാണ് തൗഹീദ് എന്നത്. അപ്പൊ ഏതൊരു കാര്യത്തെയും ദീനിൽ ഖുർആനിലെ ആയത്തുകളോ ഹദീസുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ മുക്തള, അതുകൊണ്ടുള്ള ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ ഈ രണ്ട് നിബന്ധനകൾ വേണം. പല ആളുകൾക്കും അതറിയില്ല. അതുകൊണ്ടാണ് ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വിഷയത്തിൽ തന്നെ ഏറ്റവും പിഴവിലായ ആളുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഖവാരിജികളും മുഅ്തസിലിയാക്കളും പോലെയുള്ള ആളുകൾ. അവരുടെ വാദപ്രകാരം ഈ ആയത്ത് ഓതിക്കൊണ്ട് അവര് പറയും, ഒരു മുഅ്മിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കാലാകാലം നരകത്തിലാണ്, അവൻ വൻപാപിയാണ്. അതുപോലെ ഹദീസിൽ ആത്മഹത്യ ചെയ്ത ആളുടെ വിധി,
ആത്മഹത്യ ചെയ്തവൻ അവൻ നരകത്തിൽ ഖുലൂദാണ് എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ആത്മഹത്യ ചെയ്തവൻ തൗഹീദുള്ളവനാണെങ്കിൽ അവന് അവിടെ ഇന്തിഫാ മവാനിയെ, അവിടെ ഖുലൂദ് എന്ന് പറഞ്ഞതിന് തടസ്സമാകുന്ന ഒരു കാരണം അവിടെ വന്നു. അപ്പൊ എന്താകും? അവന്റെ പാപം, അവൻ ചെയ്തത് തെറ്റാണ്, വലിയ പാപമാണ്. അതിന് പാപത്തിന് ശിക്ഷയ്ക്ക് ശേഷം അവൻ ഒരിക്കൽ സ്വർഗത്തിൽ പ്രവേശിക്കും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പൊ ഈ രണ്ട് നിബന്ധനകൾ ഏതൊരു കാര്യത്തിലും, ഹദീസിനാവട്ടെ ആയത്തിനാവട്ടെ, ഏതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ ഈ രണ്ട് നിബന്ധനകൾ ആവശ്യമാണ്. ഇത് പിന്നെ ഒരു വട്ടം പണ്ഡിതന്മാർ പറഞ്ഞു, ഇതാണ് ഏറ്റവും ശരിയായ ഈ ഹദീസുകൾ മനസ്സിലാക്കുന്ന രീതി. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു, فقد يتخلف عنه مقتضاه لفوات شرط من شروطه أو لوجود مانع. അപ്പോ ഇതുപോലെയുള്ള ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള ഈ നിബന്ധന, അതിലേതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ഇതുപോലെ തടസ്സമായിട്ടുള്ള ഒരു കാര്യം വന്നാലോ ആ മുഖ്തദ ലക്ഷ്യം അവിടെ ഉണ്ടാവില്ല. അതായത് ഞാൻ വീണ്ടും പറയുന്നു, മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, ഫജ്റും അസ്റും നിസ്കരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള ഹദീസിൽ ആ അസ്ർ അവൻ നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ അതിൽ പറഞ്ഞ ഏതെങ്കിലും ഷർത്ത് അവൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ ആ ലക്ഷ്യം ദഖലൽ ജന്ന എന്നുള്ള മുഖ്തദ അവിടെ കിട്ടൂല. അതേസമയം അവന് പിന്നെ അതിന് തടസ്സമാകുന്ന ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന് ആ സ്വർഗപ്രവേശനം ലഭിക്കില്ല. അപ്പോ ഈ രണ്ട് കാര്യം വന്നാൽ അത് നടക്കില്ല. ഈ രണ്ട് കാര്യത്തിൽ വീഴ്ച വന്നാൽ ആ ലക്ഷ്യം അവിടെ പൂർത്തിയാകില്ല. വഹാദാ ഖൗലുൽ ഹസൻ വവഹബ് ഇബ്നു മുനബ്ബിഹ് വഹുവൽ അദ്ഹർ. ഇത് ഹസൻ അൽ ബസ്രി, വഹബ് ഇബ്നു മുനബ്ബിഹ് പോലെയുള്ള സലഫുകളുടെ ഖൗലാണ്. ഈ ഹദീസുകളെ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇതാണ് ഏറ്റവും ശരിയായതും പ്രകടമായതും. എന്നിട്ട് ഇതിന് കുറച്ച് തെളിവുകൾ, ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്. വഖാലൽ ഹസനു ലിൽ ഫറസ്ദഖ്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പത്നി മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ട് ദഫന് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഹസൻ അൽ ബസ്രി അദ്ദേഹത്തിനോട് ചോദിച്ചു, വഹുവ യദ്ഫിനു ഇംറഅതഹു മാ അദദ്ത ലിഹാദൽ യൗം. ഹസൻ അൽ ബസ്രി ചോദിച്ചു, നീ എന്താണ് ഇതുപോലൊരു ദിവസത്തിന്, നിന്നെ ഖബറിൽ വെക്കുന്ന ഇതുപോലൊരു ദിവസത്തിന് നീ എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുൻദു 70 സന. 70 വർഷമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദത്താണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത് പറഞ്ഞു. ഖാല അൽ ഹസൻ, അപ്പൊ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, നഅം, അതെ ശരിയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ലിലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂതൻ. തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. ഫയ്യാക വഖദഫൽ മുഹ്സന. ഒരു ചാരിത്ര ശുദ്ധിയുള്ള ഒരു സ്ത്രീയെ ആരോപിക്കുന്നത് നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞു, ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് എന്ന് പറഞ്ഞു. അപ്പോ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില നിബന്ധനകളുണ്ട്, അത് പാലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. ഇതിന്റെ വേറെ റിവായത്തിൽ വറുവിയ അൻഹു അന്നഹു ഖാല ലിഫറസ്ദഖ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഹസൻ ബസ്രി ചോദിച്ചു, ഹാദൽ അമൂദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നെടുന്തൂണാണ്. ഫഅൈന തുനുബ്, എവിടെ തുനുബ്? അതായത് തുനുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെന്റ് കെട്ടുമ്പോ നടുവിലൊരു ഒരു നെടുന്തൂണായിട്ട് ഒരു വടി നമ്മൾ കുത്തും അന്ന് കാലത്ത് ടെന്റ് കെട്ടുമ്പോ, പിന്നെ അതിൽ നിന്ന് കയറ് കെട്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഹസൻ ബസ്രി പറയാണ്, നിങ്ങൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അമൂദാണ്, ഈ നെടുന്തൂണായിട്ട് വെക്കേണ്ട കാര്യമാണ്. പക്ഷേ ടെന്റ് കെട്ടി ശരിക്കും നിൽക്കണമെങ്കിൽ എന്ത് വേണം? നെടുന്തൂണുമ്പോ മാത്രം തുണിയിട്ടാ ടെന്റായി മാറും? ഇല്ല, കയറ് കെട്ടി വലിച്ചു നീട്ടണം. അപ്പൊ ആ കാര്യങ്ങൾ എവിടെ, നിബന്ധനകൾ എവിടെ എന്ന് ഹസൻ ബസ്രി ചോദിച്ചു. മറ്റൊരു സംഭവം കാണാം. വഖീല ലിൽ ഹസൻ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഒരിക്കൽ ചോദിച്ചു, ഇന്ന നാസൻ യഖൂലൂൻ, ജനങ്ങൾ പറയുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഫഖാല, അപ്പൊ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, ഫഅദ്ദാ ഹഖ്ഖഹാ വഫർളഹാ ദഖലൽ ജന്ന. അതിന് വീട്ടിക്കൊടുക്കേണ്ട ചില ഹക്കുകളുണ്ട്, അതിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വീട്ടിൽ കൊടുക്കുന്നവൻ ആരാണോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. മറ്റൊരു സംഭവം, വഖാല വഹ്ബ് ഇബ്നു മുനബ്ബിഹ്, ഒരിക്കൽ വഹ്ബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹു മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലല്ലേ ചോദിച്ചു. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബല, അതെ.
വലാകിൻ പക്ഷേ മാ മിൻ മിഫ്താഹിൻ ഇല്ലാ വലഹു അസ്നാൻ, ഒരു ചാവിയുമില്ല അതിന് പല്ലുകളില്ലാതെ, അഥവാ ചാവിയിലുള്ള ആ ഡിസൈനുകളുള്ള ഏതൊരു ചാവിക്കും അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ടാവും, അതില്ലാതെ ഒരു ചാവിയുമില്ല. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാനുൻ ഫതഹ ലക്, നീ ആ ശരിയായ രീതിയിലുള്ള ആ അച്ചുള്ള താക്കോല് കൊണ്ടാണ് നീ വരുന്നത് എങ്കിൽ നിനക്കത് തുറക്കപ്പെടും. വഇല്ലാ ലം യഫ്തഹ് ലക്, ഇല്ല എങ്കിൽ അത് നിനക്ക് തുറക്കുകയില്ല, നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. വഹാദൽ ഹദീസ്, ഒരു ഹദീസ് കാണാം, ഇന്ന മിഫ്താഹൽ ജന്നതി ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഖറജഹു അൽ ഇമാം അഹ്മദ് ബിസ്നാദിൻ മുൻഖതിഇൻ അൻ മുആദ്, ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ മുൻഖതി ആയിട്ടുള്ള മുറിഞ്ഞു പോയിട്ടുള്ള ഒരു സനദിൽ മുആദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇദാ സഅലക അഹ്ലുൽ യമൻ അൻ മിഫ്താഹിൽ ജന്ന, യമൻകാർ നിന്നോട് സ്വർഗ്ഗത്തിന്റെ താക്കോലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയുക എന്നുള്ളത്. അത് സ്വഹീഹ് ആയിട്ടുള്ള ഒരു റിവായത്തല്ല, പക്ഷേ എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗ്ഗത്തിന്റെ താക്കോലാണ് എന്ന ആശയം ശരിയാണ്. ഇവിടെ എന്താ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി സ്വർഗത്തിൽ പ്രവേശനം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അങ്ങനെയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വീട്ടിക്കൊടുക്കേണ്ട ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ വീട്ടിക്കൊടുക്കാതെ അത് ശരിയാകാതെ ഒരിക്കലും ഒരാൾക്ക് സ്വർഗപ്രവേശനം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിന്റെ നിബന്ധനകൾ പൂർത്തീകരിച്ചിരിക്കണം എന്നുള്ളതാണ്. പല ആളുകൾക്കും, മുസ്ലിമീങ്ങൾക്ക്, മുസ്ലിം സമൂഹത്തിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് വീട്ടിക്കൊടുക്കേണ്ട ഷർത്തുകൾ എന്താണെന്ന് അറിയില്ല. പണ്ഡിതന്മാർ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കണമെങ്കിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. ഹദീസുകളിൽ നിന്ന് 7 നിബന്ധനകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകളായിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സമയത്ത് അതൊന്നും നമ്മൾ ഓർമ്മിക്കുകയാണ്. ഇത് റിസാലയിൽ കൊടുത്തിട്ടില്ല, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറയുകയാണ്. 7 നിബന്ധനകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് അൽ ഇൽം, അറിവുണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തേത് അൽ യഖീൻ, ദൃഢതയുണ്ടാവുക എന്നുള്ളത്. മൂന്നാമത്തേത് അൽ ഇഖ്ലാസ്, നിഷ്കളങ്കമാവുക എന്നുള്ളത്. നാലാമത്തേത് സിദ്ഖ്, സത്യസന്ധമാവുക എന്നുള്ളത്. അഞ്ചാമത്തേത് അൽ മഹബ്ബ, അതിനോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. ആറാമത്തേത് അൽ ഇൻഖിയാദ്, അതിന് കീഴൊതുങ്ങുക എന്നത്. ഏഴാമത്തേത് അൽ ഖബൂൽ, അത് അംഗീകരിക്കുക എന്നുള്ളത്. ഈ 7 നിബന്ധനകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉള്ളതായിട്ട് ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും പണ്ഡിതന്മാർ എടുത്തിട്ടുള്ളതാണ്. ഇതിൽ ഓരോന്നിലും ഹദീസുകൾ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ഉദാഹരണത്തിന് ഇൽമ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്താണ് എന്നുള്ളതിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആർക്കാണോ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഇൽമുള്ളവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും ആ ഹദീസുകൾ ഈ റിസാലയിൽ തന്നെ പിന്നീട് വരുന്നത് കൊണ്ട് ആ വിഷയം ദലീലുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ മാത്രം വിശദീകരിച്ചിട്ടുള്ള ദർസുകളുണ്ട്. അത് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും വേണം. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ 7 എണ്ണം ഏതെല്ലാമാണ് എന്നുള്ളത് ഏത് സമയത്തും പറയാൻ സാധിക്കുന്ന, പറയലല്ല അതിന്റെ പ്രധാന ഉദ്ദേശം, ജീവിതത്തിൽ പകർത്തലാണ്. പക്ഷെ ആ രീതിയിലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗമുണ്ട് അല്ലെങ്കിൽ നരകം ഹറാമാണ് എന്നുള്ള ഈ ആശയം, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ അതിന്റെ നിബന്ധനകൾ പാലിച്ചിരിക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ അറിവോടുകൂടി അതിന്റെ ആശയം എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന, അർത്ഥം എന്താണ്, ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടേണ്ടവനായിട്ട് യഥാർത്ഥ രൂപത്തിൽ ആരാധിക്കപ്പെടേണ്ടവനായിട്ട് ആരുമില്ല അല്ലാഹു അല്ലാതെ. ആ ആശയത്തെ മനസ്സിലാക്കണം. രണ്ടാമത്തേത് യഖീൻ, അവനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ദൃഢമായിക്കൊണ്ടായിരിക്കണം, അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ എല്ലാ രീതിയിലും ദൃഢമായിട്ടായിരിക്കണം.
അതുപോലെ തന്നെ ഇഖ്ലാസ് നിഷ്കളങ്കമായി കൊണ്ടായിരിക്കണം. റിയാവോ സുംഅത്തോ ദിക്റോ അതുപോലെ ഒന്നിനും ആവരുത്. നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. നാലാമത്തേത് സിദ്ഖ്, സത്യസന്ധമായിരിക്കണം. കദിബോ നിഫാഖോ കൂടി ആകാൻ പാടില്ല. അഞ്ചാമത്തേത് മഹബ്ബ, ലാ ഇലാഹ ഇല്ലല്ലാഹയോടും അത് നിർബന്ധമാക്കുന്ന കാര്യങ്ങളോടും അള്ളാഹുവിനോടും റസൂലിനോടും ദീനിനോടും എല്ലാം ഹുബ്ബുണ്ടായിരിക്കണം. ആറാമത്തേത് അൽ ഇൻഖിയാദ്, അതിന്റെ നിയമമാക്കുന്ന കാര്യങ്ങൾ അതിൽ കീഴൊതുങ്ങണം. ഏഴാമത്തേത് ഖബൂൽ, അത് അംഗീകരിക്കണം. അപ്പൊ ഈ നിബന്ധനകൾ പാലിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രമേ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, സ്വർഗപ്രവേശനം അവിടെ ലഭിക്കുകയുള്ളൂ. അപ്പോ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഖായിദ, ഏതൊരു കാര്യം ഹദീസിലും ഖുർആനിലെ ആയത്തുകളിലും ഒരു കാര്യം ചെയ്താൽ ഇന്ന കാര്യമുണ്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷയാവട്ടെ നന്മയാവട്ടെ പ്രതിഫലമാകട്ടെ, ഈ രണ്ട് കാര്യങ്ങൾ വേണം. ഇസ്തിജ്മാഉ ശുറൂത്ത്, അതിന്റെ നിബന്ധനകൾ അതിന് യോജിച്ച് വന്നിരിക്കണം. വ ഇന്തിഫാഉ മവാനിഹ്, അതിനെ തടയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടാകാനും പാടില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇതുപോലെ തന്നെ ഒരു മുഅ്മിനായ ഒരു വ്യക്തി നരകത്തിൽ ഖുലൂദ് ലഭിക്കുന്ന ശാശ്വതമാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് കൊല്ലുക എന്നുള്ളത്. എന്നാൽ അതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അവൻ ആത്മാർത്ഥമായി ഒരാൾ കൊന്നു, പക്ഷെ അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ തൗഹീദ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മറ്റു പല അള്ളാഹുവിന്റെ മശീയത്ത് കൊണ്ട്, അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹുവിന്റെ മശീയത്ത് കൊണ്ടൊക്കെ എന്ത് സംഭവിക്കാം? അവൻ നരകത്തിൽ നിന്ന് ശിക്ഷയില്ലാതെ ഒഴിവായേക്കാം. അപ്പൊ അങ്ങനെ ഈ കാരണങ്ങൾ കൊണ്ട് ഇത് ആ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ കാര്യത്തിന് മവാനിയായിട്ട് തടസ്സമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഈ കാര്യങ്ങൾ. അപ്പോ ഈ ഖായിദ നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ ഹദീസുകൾ വരുന്ന ഈ കാര്യങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കണം. ഇനി ഈ ഷർത്തുകൾ പാലിക്കുന്ന ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഷർത്തുകൾ പാലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ ബാക്കിയുള്ള അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനും ഹറാമുകൾ ഒഴിവാക്കുന്നവനുമായി ഏറ്റവും നല്ല രീതിയിൽ മാറുന്ന ഒരു മുസ്ലിമായിട്ടുള്ള ആളായിട്ടാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അതിന്റെ ഷർത്തുകൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നവനാവുക. അപ്പോ ആ ഷർത്ത് പൂർത്തീകരിക്കണം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഇബ്നു ജബൽ ഹംബലി റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, വയദുല്ലു അലാ സിഹ്ഹതി ഹാദൽ ഖൗൽ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് നരകം ഹറാമാണ് എന്നുള്ളതിന് ഒന്നാമത്തെ ആശയം ഖുലൂദ് ഉണ്ടാവുകയില്ല എന്നാണ് അതുകൊണ്ടുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. രണ്ടാമത്തെ ആശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ ഷർത്തുകൾ പാലിക്കുകയും അതുപോലെ തന്നെ ഖുലൂദിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അതിന് തടസ്സമായിട്ടുണ്ടാകുന്നതും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അങ്ങനെയുള്ള അഭിപ്രായം പറഞ്ഞു. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം പറഞ്ഞാൽ പോരാ, അതിന്റെ ഈ നിബന്ധനകളെല്ലാം പാലിക്കണം എന്നുള്ളത്. ആ വാക്കിന് കൂടുതൽ അറിയിക്കുന്ന, അത് ശരിയാണ് എന്ന് അറിയിക്കുന്ന മറ്റു ചില കാര്യങ്ങളെ ഇബ്നു ജബൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്. എന്താണത്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റത്തബ ദുഖൂലൽ ജന്ന അലൽ അഅമാലിസ് സ്വാലിഹ ഫി കസീരിൻ മിനൻ നുസൂസ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗപ്രവേശനത്തിന് കാരണമായിക്കൊണ്ട്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം തന്നെ കാരണമായിക്കൊണ്ട് സൽക്കർമ്മങ്ങളെ കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. കമാഫി സഹീഹൈൻ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള അൻ അബി അയ്യൂബ് റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല, അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം എന്നെ അറിയിക്കണം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅബുദുല്ലാഹ ലാ തുശ്രിക് ബിഹി ഷൈഅ, നീ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. വതുഖീമുസ്സലാ, അതോടൊപ്പം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അതോടൊപ്പം പറഞ്ഞു നീ നിസ്കാരം നിർവഹിക്കുക കൃത്യമായി. വതുഅ്തി സക്കാ, സക്കാത്ത് നൽകുക. വതസിലുൽ റഹിം, കുടുംബബന്ധം ചേർക്കുക. وفي صحيح مسلم صحيح مسلم കാണാം عن ابي هريره رضي الله عنه ان رجلا قال, ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, ഒരു കർമ്മം എന്നെ അറിയിക്കണം, ഞാനത് ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഖാല തഅബുദുല്ലാഹ ലാ തുശ്രിക് ബിഹി ഷൈഅ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ഒന്നിനെയും പങ്കു ചേർക്കരുത്, തൗഹീദ് പറഞ്ഞു.
വതുഖീമു സ്സലാത്തൽ മക്തൂബ നിർബന്ധ നിസ്കാരം നിർവഹിക്കുക, വതുഅദ്ദി സകാത്തൽ മഫ്റൂദ നിർബന്ധമായിട്ടുള്ള സകാത്ത് നൽകുക, വതസൂമു റമളാൻ റമളാനിൽ നോമ്പ് നോൽക്കുക. ഫഖാല അർറജുൽ അപ്പോൾ വ്യക്തി പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി അല്ലാഹു ആണ് ലാ അസീദു അലാ ഹാദാ ഷൈഅൻ ഇതിൽ നിന്ന് ഞാനൊന്നും കൂട്ടില്ല, വലാ ഉൻഖിസു മിൻഹു അതിൽ നിന്നൊന്നും കുറക്കുകയുമില്ല. فقال النبي صلى الله عليه وسلم പറഞ്ഞു من سره ان ينظر الى رجل من اهل الجنه فلينظر الى هذا ആർക്കെങ്കിലും സ്വർഗാവകാശിയായ ഒരാളെ കാണണമെങ്കിൽ ഇവനെ നോക്കിക്കൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗപ്രവേശനത്തിനുള്ള അമലിനെ അറിയിക്കണമെന്ന് ചോദിച്ച സന്ദർഭത്തിൽ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി എന്ന് മാത്രം നിർത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൂടി പറഞ്ഞിട്ടുണ്ട്? സൽക്കർമ്മങ്ങൾ ഓരോന്നും ദീനിന്റെ അടിസ്ഥാനമായിട്ടുള്ള നിസ്കാരം, സക്കാത്ത്, നോമ്പ് എന്നീ കർമ്മങ്ങളെ കൂടി ചേർത്തി പറഞ്ഞുകൊണ്ട് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമായി പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതെന്തിനാണ് ഇവിടെ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ പറയുന്നതല്ല സ്വർഗപ്രവേശനത്തിനുള്ള അല്ലെങ്കിൽ സ്വർഗം ലഭിക്കാൻ നരകത്തിൽ രക്ഷപ്പെടാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതോടൊപ്പം ഷർത്തുകളുണ്ട് എന്ന് പറഞ്ഞു. ആ ഷർത്തുകളെ അറിയിക്കുന്ന കാര്യമാണ് ഈ സൽക്കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനോടൊപ്പം ചേർത്തി പറഞ്ഞു എന്നുള്ളത്. ഖുർആനിലും ധാരാളം സന്ദർഭങ്ങളിൽ കാണാം. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ 82-ാമത്തെ ആയത്തിൽ പറഞ്ഞു വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. ഈമാനുള്ളവർ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ അവരാണ് സ്വർഗാവകാശികൾ. സൂറത്തുർ റഅദിലെ 29-ാമത്തെ ആയത്തിൽ അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് തൂബാ ലഹും വഹസ്നു മആബ്. ഈമാനും അമലുസ് സാലിഹാത്തും അവർക്ക് സ്വർഗമുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്ത് وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار. ഈമാനും അമലുസ് സാലിഹാത്തും ഉള്ളവർക്ക് സ്വർഗമുണ്ട്. അപ്പോൾ ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിൽ ഈമാനിനോടൊപ്പം സ്വർഗ ഉണ്ട് എന്നുള്ളതിനെ ചേർത്തി പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെയും ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിനോടൊപ്പം അമലുസ് സാലിഹാത്തുകളെ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതിന്റെ ആശയം ആകത്തുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്ക് സ്വർഗമുണ്ട്, നരകം ഹറാമാണ് എന്ന് പറഞ്ഞാൽ കേവലം നാവ് കൊണ്ട് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, അതിന് പൂർത്തീകരിക്കേണ്ട നിബന്ധനകളുണ്ട്, അല്ലെങ്കിൽ അത് നിർബന്ധമാക്കുന്ന കർമ്മങ്ങളുണ്ട്. അത് ഒപ്പമുണ്ടാകുമ്പോഴാണ് അത് നേരെ ചൊവ്വയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുകയുള്ളൂ. ഇത് തെളിയിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇനി കൊടുക്കുന്നത്. അത് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സക്കാത്ത് നൽകാത്ത ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയത്. എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളുടെ മേലെ പിന്നെ ഒന്നിനും യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മേലെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ആ സംഭവമെല്ലാം ഇതിനെ അറിയിക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഇനി വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് ബാക്കി വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അതുപോലെ ജീവിതത്തിൽ അത് പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.